പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ജോ ഹെൻറി എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. TNA റെസ്ലിംഗും NXT എന്ന് പറയുന്ന WWE ബ്രാൻഡിൽ തമ്മിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നിലവിലെ ഒരു കൊളാബറേഷൻ ഡീൽ പ്രകാരം ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജോ ഹെൻറി എന്ന റെസ്ലറിനാണ്. TNAയിലും NXT വീക്ക്ലി എപ്പിസോഡിലും കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറി ഇപ്പോൾ ജോ ഹെൻറിക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ NXT എപ്പിസോഡിലാണെങ്കിൽ മത്സരങ്ങളും ജോ ഹെൻറിയുടേതായി അനൗൺസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇക്കഴിഞ്ഞ ദിവസം ജോ ഹെൻറി ഈ കൊളാബറേഷൻ ഡീലിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന നേട്ടം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് താൻ TNA റെസ്ലിംഗിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ള ഒരു റെസ്ലറാണ്. എനിക്ക് TNA റെസ്ലിംഗിൻ്റെ വീക്ക്ലി ഷോസ്, ലൈവ് ഇവൻറ്റ്സ്, പേപ്പർ വ്യൂസ് അതിലെല്ലാം മത്സരിക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം WWE NXT ബ്രാൻഡിലും മത്സരിക്കാനും സ്റ്റോർ ചെയ്യാനും സാധിക്കുന്നുണ്ട്. കൂടാതെ WWE പെർഫോമൻസ് സെൻറ്റർ എന്ന ട്രെയിനിങ് ഫെസിലിറ്റി ഫുൾ ടൈമായി തനിക്ക് ഉപയോഗിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിൽ പോയി വർക്ക് ചെയ്യാനുള്ള അനുമതിയുണ്ട്. അതുപോലെ തന്നെ ഈ ഓട്ടോഗ്രാഫും മറ്റും സൈൻ ചെയ്ത് കൊടുക്കുന്ന ഇവൻറ്റുകളിൽ പങ്കെടുക്കാനുള്ള ഒരു അനുമതിയും തനിക്കുണ്ട്. ഇതൊന്നും മറ്റാർക്കും ഇല്ലാത്ത എന്തോ ഒരു ഭാഗ്യം പോലെ തനിക്ക് ലഭിച്ചതാണെന്നുള്ളതും ഈ നേട്ടം എന്നുള്ളതൊരു രീതിയിൽ ജോ ഹെൻറി പറയുന്നുണ്ട്. അതായത് WWE കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ള റെസ്ലേഴ്സ് ആണെങ്കിൽ അവർക്ക് ഈ ഓട്ടോഗ്രാഫ് സൈൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇവൻറ്റുകളൊന്നും WWE അനുമതിയില്ലാതെ നടത്താൻ സാധിക്കില്ല. WWE വെക്കുന്ന പ്രോഗ്രാമുകളിൽ ഫാൻസിന് ഓട്ടോഗ്രാഫ് സൈൻ ചെയ്ത് കൊടുക്കാനേ WWE റെസ്ലേഴ്സിന് സാധിക്കുള്ളൂ. പക്ഷേ ജോ ഹെൻറിയുടെ ഈ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം TNA റെസ്ലിംഗുമായി കോൺട്രാക്റ്റുള്ള ഒരു റെസ്ലറാണ്. അദ്ദേഹത്തിന് അത് ചെയ്യുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അതേ സമയത്ത് തന്നെ WWE ട്രെയിനിങ് ഫെസിലിറ്റിയായ പെർഫോമൻസ് സെൻറ്റർ യൂട്ടിലൈസ് ചെയ്യാനും NXTയിലേക്ക് വന്ന് NXTയുടെ ബാക്ക് സ്റ്റേജിലും അതുപോലെ തന്നെ ഓൺ സ്ക്രീനിലും അദ്ദേഹത്തിന് പെരുമാറാനുള്ള ആ ഒരു അവസരം ലഭിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ സംബന്ധിച്ച് വലിയ നേട്ടമാണെന്നാണ് ജോ ഹെൻറി പറയുന്നത്. ഇപ്പോൾ ഈ കൊളാബറേഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് ജോ ഹെൻറിയാണ്. ഭാവിയിലെ TNAയുടെ വേൾഡ് ചാമ്പ്യന്മാരിൽ ഒരാൾ കൂടിയാണ് ജോ ഹെൻറി. അതുമാത്രമല്ല TNAയുമായിട്ടുള്ള നിലവിലെ കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ WWEയിലേക്ക് കൂടുമാറും എന്നുള്ളത് 101% നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ജോ ഹെൻറി. അതുകൊണ്ടാണ് ജോ ഹെൻറിക്ക് ഇത്ര വലിയൊരു പരിഗണന NXT ബ്രാൻഡിലും WWE കൊടുക്കുന്നത്. ഇനി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റുകൾ സമ്മർ സ്ലാമിനെ സംബന്ധിച്ചുള്ളതാണ്. അതിൽ ആദ്യത്തേത് സമ്മർ സ്ലാമിൻ്റെ ഈ വർഷത്തെ ഇവൻറ്റിൽ ലോഗോസ് ഈ റിങ്ങിന് ചുറ്റും ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് റിങ്ങിൻ്റെ ക്യാൻവാസിന് ചുറ്റും ലോഗോസ് ഉണ്ടായിരിക്കും വ്യത്യസ്ത കമ്പനികളിലെ. അതിൽ ഒന്ന് പ്രൈം എന്ന് പറയുന്ന ലോഗൻ പോളിൻ്റെ കമ്പനിയാണ്. മറ്റൊന്ന് ഒരു ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ലോഗോസ് ഉണ്ടായിരിക്കും. WWE മാക്സിമം പ്രോഫിറ്റ് ഈ ഇവൻറ്റുകൾ വഴി ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രകാരമുള്ള ഒരു അഡ്വർടൈസിങ് രീതിയാണ് കഴിഞ്ഞ കുറച്ച് ഇവൻറ്റുകളിലൊക്കെ യൂസ് ചെയ്തിരുന്നു. അതും സമ്മർ സ്ലാമിൽ ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അറിയാൻ സാധിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ്, സമ്മർ സ്ലാമിൽ നിലവിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്ലാനുകളിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പുതുതായി എന്തെങ്കിലുമൊക്കെ അഡീഷണലായി ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ അവർ തയ്യാറാക്കി വെച്ചതിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടാനോ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് റോമൻ റീൻസിൻ്റെ റിട്ടേണിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. അതുപോലെ തന്നെ മറ്റ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത താരങ്ങളുടെ ഒരു റിട്ടേൺ വരെ നടന്നേക്കാം. അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഫൈറ്റ്ഫുൾ സെലക്ട് ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ സമ്മർ സ്ലാമിൽ നടക്കും. അത് സമ്മർ സ്ലാം എന്ന ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അവസാനമായി പങ്കുവെക്കാനുള്ളത് ഈ സമ്മർ സ്ലാം വീക്കെൻഡുമായി ബന്ധപ്പെട്ട് കെയ്ൻ എന്ന് പറയുന്ന WWE ഹോൾ ഓഫ് ഫെയിമർ ദ റെഡ് ബിഗ് മോൺസ്റ്റർ അദ്ദേഹം WWEയുടെ ഈ ഒരു പ്രോഗ്രാമിൽ അപ്പിയർ ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കെയ്നും അണ്ടർടേക്കറും കൂടി അണ്ടർടേക്കറിൻ്റെ ആ ഒരു പ്രോഗ്രാം ഓട്ടോഗ്രാഫൊക്കെ സൈൻ ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമിൽ ഒരുമിച്ച് വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കെയ്ൻ മാത്രമല്ല ബ്രോൺ ബ്രേക്കറുടെ അച്ഛൻ WWE ഹോൾ ഓഫ് ഫെയിമറായ റിക് സ്റ്റൈനർ ബ്രദേഴ്സിലെ ഒരാൾ അദ്ദേഹം അപ്പിയർ ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മിക്കവാറും ബ്രോൺ ബ്രേക്കർ ഈ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നതിൻ്റെ ആ ഒരു മുഹൂർത്തം നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കാം മിക്കവാറും റിക് സ്റ്റൈനറെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഹോൾ ഓഫ് ഫെയിമേഴ്സും സമ്മർ സ്ലാമിൻ്റെ ഭാഗം ആകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കെയ്ൻ ഒരിക്കലും റിങ്ങിലേക്ക് വരില്ല. അദ്ദേഹം ഈ സമ്മർ സ്ലാം ഇവൻറ്റിന് മുൻപുള്ള അണ്ടർടേക്കറിൻ്റെ ചില പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ മാത്രമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയുള്ളൂ. അദ്ദേഹം റിങ്ങിലേക്ക് വരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും സമ്മർ സ്ലാമിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.